എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാഴപ്പിണ്ടി തോരനുമായിട്ടാണ്. നമ്മളിതിന് മുൻപ് വാഴപ്പിണ്ടിയും ചെറുപയറും കൂടെ തോരൻ വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വാഴപ്പിണ്ടിയുടെ കൂടെ ചെറുപയറല്ല, മറ്റൊരു രീതിയിലാണ് വാഴപ്പിണ്ടി തോരൻ വെക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള നല്ല വാഴപ്പിണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ചെയ്തപ്പം കുറച്ച് വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ വലിപ്പത്തിൽ അരിയുമ്പം വട്ടത്തിൽ നമ്മൾ മുറിച്ചിട്ട് അതിൻ്റെ നാരൊക്കെ കയ്യിൽ ചുറ്റിയിട്ടാണ് എടുത്തിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തുവരപ്പരിപ്പാണ്. അപ്പോൾ അതൊരു അരക്കപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാനായിട്ട് വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വൻപയർ, ചെറുപയർ, തുവരപ്പരിപ്പ് ഇഷ്ടമുള്ള പയറുകളൊക്കെ ഇതിലേക്ക് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ തോരന്. നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാഴപ്പിണ്ടി എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് നോക്കാം. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വാഴപ്പിണ്ടി വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്, വട്ടത്തിൽ. വളരെ കനം കുറച്ച് അരിയുമ്പോൾ നമുക്കിതിൽ നാര് സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു രസമാണിത് കടിക്കുമ്പോൾ, വലുത് ആയിട്ട് അരിയുന്നതിനെക്കാട്ടിലും. അപ്പോൾ എല്ലാം ഇതുപോലെ നമ്മളതിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ഉപ്പ്, വെള്ളം ഒന്ന് തളിച്ചിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ അതിലെന്തെങ്കിലും കറയൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു തുവരപ്പരിപ്പും 1 കപ്പ് വെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ, ഒരു 1/4 മുറി തേങ്ങ തിരിങ്ങിയതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ച് എടുക്കാം. മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല. അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറക്കാൻ ആവശ്യമുള്ള ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില പിന്നെ 2 പച്ചമുളക് കീറിയത്. ഇതേസമയം തുവര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊരു സ്ട്രെയിനറിലേക്ക് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പ് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ പച്ചമുളക് ഞാൻ അരപ്പിൽ അരയ്ക്കാഞ്ഞത് ഒരുപാട് എരിവായി പോവും. കുട്ടികൾക്കും കൂടെ കഴിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ചതച്ചാലും മതി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് വാഴപ്പിണ്ടി. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പം ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലെങ്കിൽ നമ്മളിത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഡയറ്റിൽ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അരപ്പും അതുപോലെ തന്നെ ആ ഒരു തുവരപ്പരിപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് നമ്മൾ വാഴപ്പിണ്ടിയിൽ മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട്. അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. വാഴപ്പിണ്ടി കിട്ടുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം. നല്ല ഫൈബർ റിച്ചും ഫില്ലിങ്ങും ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്